ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നമ്മുടെ ശരണ്യ നാളെ പോവുകയാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെയും അവൾക്കും വേണ്ടി വെഡ്ഡിങ് ഗിഫ്റ്റ് സമ്മാനം ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ചെറുക്കനുള്ളത് മേടിച്ചിട്ടുണ്ട്, ഒരു ജോർഡൻ ഷൂസാണ് മേടിച്ചത്. അവൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. ലെറ്റ്സ് സീ, എന്തെങ്കിലും നല്ലൊരു സാധനം മേടിച്ചു കൊടുക്കണം. സോ ഈ വീഡിയോ അതാണ് കേട്ടോ. നാളെ അവർ തിരിച്ച് നാട്ടിൽ പോകാൻ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് ഞെട്ടിക്കാം. ഫങ്കോ പോപ്പിൻ്റെ ഷോറൂമാണ് കേട്ടോ ഈ കാണുന്നത്. നോക്കിയാണ് വെറൈറ്റി, അതിൻ്റെ ടീഷർട്ട് അടിപൊളി കേട്ടോ. മൊത്തം ഫങ്കോ പോപ്പിൻ്റെ സാധനങ്ങൾ. അതൊക്കെയാണ് ബാഗ്, അവിടെ മൊത്തം ഫങ്കോ പോപ്പാണ്. അതുകൊണ്ട് കീഴില്ല കൊള്ളാം കേട്ടോ, നല്ല കട. ഇങ്ങനൊരു കട മോൾ ഓഫ് എമിറേറ്റ്സിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫാൻഡം എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ. ഫാൻഡോം വീട്ടിലും കട. എന്തിനാണെങ്കിലും നമ്മൾ അവർക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അവർ പോയി സർപ്രൈസ് ചെയ്യും. ലെറ്റ്സ് ഗോ. എന്തായാലും ഈ കട കൊള്ളാം കേട്ടോ. ഫാൻഡോം. അവന്റെ ഷൂസ് മേടിച്ചേട്ടാ 7 തന്നെയാടേ. നേരത്തെ ഇറങ്ങിയാലേ ആ കടയിൽ തന്നെ പോയിട്ട് വേറെ സൈസ് എടുക്കാം. എടി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടീസ്? കഴിഞ്ഞ എല്ലാ സ്ഥലത്തും കേറി നോക്കി ഞങ്ങൾ. നാളെ എന്താ പരിപാടി? ഓ ബൈ ദ വേ, നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ മേടിച്ച്, നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക് യു. പൗച്ചിട്ടോ ഞങ്ങൾ ഇപ്പൊരെണ്ണം മേടിച്ചിട്ടാണുള്ളത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. അത് വിട്. ഞാൻ കോച്ചിന്റെ കേസ് മേടിച്ചു കൊടുത്തു. അതൊരു വാളറ്റ് പോലത്തെ സാധനം ഓടി നോക്കി, നല്ല രസമുണ്ട്. ഞാൻ ഈ ബാഗ് മേടിച്ചിട്ടുള്ള പറയണ നിലത്ത് വെച്ചിട്ടില്ല ഈ ബാഗ് എന്നുള്ളത്. ഭയങ്കര ക്ലാസ് വാളറ്റ് മറ്റതും വെക്കാം, കാർഡൊക്കെ നല്ല ഭംഗിയുണ്ട്. ശാസ്ത്രം ഭയങ്കര ക്ലാസ് എന്റെ ഫോണിലേക്ക് ഇടാം. നിന്റെ കോച്ചിന്റെ ബാഗാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് നന്നായി, പോളാം, ക്ലാസി. അതെ, വല്ല ഇവന്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ കേസ് ഇട്ടാൽ മതി, അടിപൊളിയായിരിക്കും. എല്ലാവരും നോക്കും വാളറ്റ് ആണോ അല്ല എന്റെ ഫോൺ കേസ്. ഓ ബൈ ഇതില്ലേ സനിക്ക് കൊടുക്കണേ. സനീര പറഞ്ഞൊരു പെർഫ്യൂം. അണ്ണ എവിടെയായിരുന്നു അണ്ണ? അണ്ണ ഞാനേ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ്. ഗൈസ്, ഇത് അനന്തുന്റെ ഫ്രണ്ട്സ്. ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾ എവിടെ പാർട്ടിക്ക് പോയിരുന്ന? നീ ഇവളാണ് വില്ലത്തി. അപ്പൊ അതൊന്ന് പോയി നോക്കേ ബ്രോ. അപ്പൊ പുള്ളി ഹാപ്പിയാണ്. കല്യാണം വരൂലേ? അയ്യ, എന്ത് കൂട്ടുകാരിയാണ്. ലീവൊക്കെ എടുത്ത് വായോ. ചുമ്മാ കേട്ടോ, കപട ഫ്രണ്ട്ഷിപ്പ്. നീ സീരിയലേ കാണാറില്ലേ? എടീ എടാ കണ്ട ഹൗ ക്രൂവൽ. അത് ശരിയാണ് കേട്ടോ. സംഭവം ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി കാണരുതെന്നുള്ളത്. അന്നെന്തും സെറ്റില് സീനിന്റെ വീഡിയോ കോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും കണ്ണിങ്ങനെ കരഞ്ഞു പോയി എല്ലാവരും. ഫുള്ള് ഒരു മരണ വീട് പോലെ. ഞാൻ മരിച്ചു കിടക്കുന്നു, ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് കവളൊക്കെ തട്ടുന്ന സാധ്യമില്ല, ഇതിലൊക്കെ എണീക്കുന്നില്ല, ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കരച്ചിലായിരുന്നു. ഓ മൈ ഗോഡ്. അല്ല, ഇത് കിടത്തേക്കണെന്ന് പറയാം, മറ്റേ വാഴയിലൊക്കെ വെട്ടി. ഞാനന്ന് ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു. അത് എന്നതാണ്ടേ ഈ സെയിം. ഇത് പേഴ്സ് വിത്ത് കേസ്. ഇത് നിനക്ക് ഇത് ചെയ്യാം, ഷോർട്സ് ഇടാം. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവരുടെയും ഗിഫ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ചെന്നിട്ട് അൺബോക്സിംഗ് വീഡിയോ ഇടാൻ വേണ്ടി. എന്നാ പിന്നെ ഞാൻ അവളും കൂടെ കല്യാണ ഗിഫ്റ്റ് തരയാണ്.
എടുത്തോ 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 എടേ എടുത്തോ എടുത്തോ എടുത്തോ. കൈപ്പിടി കൈപ്പിടി. ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ്. നോ റിട്ടേൺസ്. ദിസ് ഇസ് വെഡിങ് ഗിഫ്റ്റ്. സെറ്റ്. പണ്ട് 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 എന്താടാ നമ്മള് വേറെ എന്തെങ്കിലും ആണോ മേടിച്ചു കൊടുത്തത്? ബോംബാ? അയ്യോ നീ എന്തിനു കരയണത്? പടച്ചനെ മനുഷ്യരെ പേടിപ്പിക്കാതെ. സെറ്റായില്ലേ? വെരി ഗുഡ്. ഇപ്പൊ കാർത്തിക് സൂര്യക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്ന് മനസ്സിലായത്? അന്ന് എനിക്കൊരു വാച്ച് കിട്ടിയപ്പോ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാന്ന് മനസ്സിലായത്. അതാണ്. ഏത് ചെരുപ്പെന്ന് മനസ്സിലായത്? ഏത്? അത് തന്നെയാണ്. അത് അല്ല അത് തുറന്നോ എടി? അവന് കാണിച്ചു കൊടുക്കടി. നല്ല കവറട്ട്. ഞാൻ ആക്ച്വലി ചോദിക്കണത് എവിടെ കവർ? ഇത് ഇവ താഴെ ഉണ്ട്. വെർജിൻ മെഗാ സ്റ്റോഴ്സ്. എടേ അതൊക്കെ ഓക്കെ കേട്ടാ. സനീര സ്പ്രേ കൊണ്ട് കൊടുക്കണേ പ്ലീസ്. എവള് ഞാൻ പറഞ്ഞു, അതായത് എവൾക്ക് ഇഷ്ടമുള്ള എന്താണ് അത് സെറ്റ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറ, ഞാൻ വന്നിട്ട് നൈസായിട്ട് അത് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. കല്യാണമൊക്കെ അല്ലേടേ, ഒരു ഗിഫ്റ്റ് ഒക്കെ തരട്ടെ. ജിമ്മി ഷൂ അങ്ങനെ എന്തല്ലേ? ആ ജിമ്മി ഷൂ. ഓ ഞാൻ അങ്ങനെയാണെന്നോ. എന്താടാ ഇത്? പേപ്പർ മാത്രമേ ഉള്ളോ? അതാണോ ഷൂസ്? എന്താ ചെരുപ്പിന്റെ കൂടെ കൊലുസ് ഫ്രീയാ? വൈകുന്നേരം മുതൽ എന്നെ ഇത്രോമുള്ള 4 ഇഞ്ചിന്റെ ഹീൽസ് ഇട്ടിരിക്കാൻ തുടങ്ങി. പറഞ്ഞപ്പോ ഞാൻ ഇരുന്നു. പിന്നെ അവള് നോക്കാൻ തുടങ്ങി. അത് ഇതൊന്നും പറഞ്ഞിട്ട് ഇത് സർപ്രൈസ് ആയി പോയടാ. ഞാൻ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ അവർ സർപ്രൈസ് ആയി. അങ്ങനെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഹാപ്പി ആയി. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു. നാളെ മുടിഞ്ഞ പണിയാണ്. നാളെയും മറ്റന്നാളും ഇരുന്ന് മറ്റേ ഒരു ലാപ്ടോപ്പിന്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ. അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഗൈസ് ടേക്ക് കെയർ, ലവ് യു ഓൾ. ആൻഡ് പുഷ്പ കാണാൻ പോണത് രാത്രി 10:30. ബൈ ബൈ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ വന്നത് തൻ്റെ ഈ സോഹോന്റെ ഹോഴ്സ് റേസ് കാണാനാണ്. എൻ്റെ ലുക്ക് ഇതിലാണ് ഞാൻ നടക്കുന്നത് ഗൈസ്. എൻ്റെ ലുക്ക് സാംസങ്ങിൻ്റെ ലുക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സാംസങ് ആയിട്ടല്ല ഇവിടെ വന്നത്. സോഹോ ഇതുപോലത്തെ ഒരു ഇൻവിറ്റേഷൻ തന്നടേ. പണ്ട് ഞാൻ ദുബായിൽ വന്നപ്പോൾ ഇവിടുത്തെ വേൾഡ് കപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ എവിടെ നിന്നും ഞാൻ കാണിച്ചുതരാം. അന്ന് ഞാൻ നിന്നതുകൊണ്ട് അവിടെ ആയിട്ട് വരും. അന്ന് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഈ സൈഡിലോട്ട് നോക്കിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് റേസ് കാണാൻ എന്ത് രസമായിരിക്കുമെന്ന്. അങ്ങനെ ഒരു സാധനം ജീവിതത്തിൽ, അങ്ങനെ ഒരു ഇൻവൈറ്റ് ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ. സോ റൈറ്റ് നോ ഐ എം എൻജോയിങ് ദിസ് ബിക്കോസ് ലൈഫിൽ ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് റേസ്, ഈ ബാൽക്കണിയിൽ നിന്ന് ഈ ഹോഴ്സ് റേസ് കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു. അത് സോഹോ എനിക്ക് ഇൻവൈറ്റ് തന്നത് കൊണ്ട് താഴ്ത്തരാ. ലൈഫ് ഇസ് ജസ്റ്റ് ടു ഗുഡ്. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് അന്ന് ആഗ്രഹിച്ചത് ഒരിക്കലും ജീവിതത്തിൽ നടക്കൂലെന്ന് പ്രതീക്ഷിച്ചാണ്. ലൈഫ് ഇസ് ഗുഡ്, ലൈഫ് ഇസ് റിയലി ഗുഡ്. സോ യാ, ഈ ഏരിയയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ആക്സസ് കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മാൻ, ദിസ് ഈസ് ക്രേസി ഫീലിംഗ്. നമ്മൾ ലിറ്ററലി ഹോഴ്സ് റേസിൻ്റെ ഫിനിഷ് ലൈനിലാണ് നിൽക്കാൻ പോകുന്നത്. ബിക്കോസ് സോഹോ ആണ് ഈ ഒരു റേസ് സ്പോൺസർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലെറ്റ്സ് സീ ദ ഹോഴ്സ് റേസ് ഗൈസ്. കാണിച്ചു തരാവേ, വൈഡ് ആംഗിളിൽ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ പരിപാടി. വേൾഡ് കപ്പ് മൊത്തം ഇവിടെ നിറഞ്ഞിരിക്കും കേട്ടോ.
ലുക്ക് അറ്റ് ഇറ്റ് ഗൈസ്. ഇവിടെയാണ് റേസ് വരാൻ പോണ. അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹോഴ്സിന്. ആരോ ജയിക്കണം. ഒരു പിടിയില്ല ആരാണ് സുന്ദരം കൊള്ളാം. സൂപ്പറായിരുന്നു. അടിപൊളി അടിച്ചു കുതിര അടിച്ച് വിള ഇളക്കി. പാവം കുതിര. സോഹോ ആണ് ഈ റേസ് സ്പോൺസർ. അവനാണ് ജയിച്ചത്. ഈ ചേട്ടനാണ് കേട്ടോ ജയിച്ചത്. പുള്ളി പറഞ്ഞണ്ട പുള്ളിക്കല്ല അത് ആ കുതിരയാണ് മോനെ എല്ലാം. നല്ല മസിൽ മാനാണ്. അയ്യോ ഹോഴ്സ് പവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫെറാറിയുടെ അളിയനായിട്ട് വരും. ഓ ചേട്ടൻ നിൽക്കണണ്ട സെറ്റ്. അടിപൊളി കുതിര, ജില്ല് കുതിര. എൻജോയ് കുതിരയുടെ ബ്രാൻഡിങ് ഒക്കെ എഴുതിയിരിക്കുന്നു കുതിരയിൽ അറബിയിലൊക്കെ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ വരികയാണ് ഗൈസ്. ബട്ട് ലൈക്ക് ഐ സെഡ് നെവർ എക്സ്പെക്റ്റഡ് ലൈക്ക് ഫ്രം അവിടെ നിന്ന് ഇവിടെ നമുക്ക് ഒരു ആക്സസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. വാട്ട് എ ലൈഫ്. എന്താണെങ്കിലും അതാണ് മെയ്താൻ. ഇതാണ് മെയ്താൻ്റെ വിശേഷങ്ങൾ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് പർട്ടിക്കുലർ പാർട്ട് ഓഫ് മൈ ലൈഫ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ പോകുന്ന കാർ കണ്ടു. വിൻ ഡീസൽ അണ്ണൻ്റെ ഫാമിലി കാർ ചാർജർ. ചാർജർ ചാർജർ. ഓ ദിസ് ഈസ് നൈസ് ഗൈസ്. നല്ല രസമുണ്ട്. ആണോ? ജോർജ് ചാർജർ. അങ്ങനെ ജോർജ് ചാർജർ നമ്മൾ വീട്ടിൽ പോണേട്ടാ. വിൻ ഡീസൽ ഫാമിലി.